മറ്റൊരാൾക്ക് എന്തുകൊണ്ട് ലിഗമെന്റ് ഇഞ്ചുറി വന്നിട്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം വന്നിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മസിലുകൾക്കുള്ള ആരോഗ്യക്കുറവ് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. നമ്മുടെ മസിലിന് പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ഇല്ലാതിരിക്കുമ്പോൾ കൂടുതൽ വെയിറ്റ് ബെയറിങ് നമ്മളെ ലിഗമെന്റുകളിലേക്ക് വരികയാണ്. അതൊരു മെയിൻ റീസൺ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് തന്നെയാണ് പോംവഴി ചെയ്യാനുള്ളത്. അതിന് മരുന്നുകളല്ല ഉള്ളത്. പതുക്കെ തന്നെ വ്യായാമങ്ങൾ ചെയ്യുക, പതുക്കെ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ലിഗമെന്റുകൾക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, ആ കാരണങ്ങളാൽ ലിഗമെന്റിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു റീസൺ ആണ് ഓവർ യൂസ്, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു വർക്ക് ഒരേ രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതും ഈ ലിഗമെന്റ്സിന് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മസിലിന് വർക്ക് ചെയ്യുകയാണ്, അത് നമ്മൾ അതിന് പ്രോപ്പർ റെസ്റ്റും അതിന് പ്രോപ്പർ റിലാക്സേഷനും കൊടുക്കാതെ ഓവറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിഗമെന്റിന് ഇഞ്ചുറീസ് വരും. അതുപോലെ മറ്റൊരു റീസണാണ് പുവർ വാമപ്പ്. നമ്മൾ പ്രോപ്പർ വാമപ്പ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ലിഗമെന്റ്സ് എപ്പോഴും കോൾഡ് ആൻഡ് സ്റ്റിഫ് ആയിട്ടിരിക്കും. അപ്പോൾ കോൾഡ് ആൻഡ് സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ലിഗമെന്റ്സിന് എപ്പോഴും ഈ പറയുന്ന ടയർ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒരു ഷട്ടിൽ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴോ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നാണം കരുതേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരമാണ്, നമ്മൾ തന്നെ വേണം അതിനെ സംരക്ഷിച്ച് നിർത്താൻ, മറ്റാരും അതിനു വേണ്ടി വരില്ല. അതുകൊണ്ട് നമ്മൾ ഒരു നാണവും കരുതാതെ തൊഴിലിടത്തായാലും എവിടെയായാലും പോയിട്ട് അതിന് വേണ്ടുന്ന സ്ട്രെച്ചുകളും അതുപോലെ വാമപ്പിനും വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, എന്താ പറയുക, ഒരു ഓടിയിട്ടുള്ളൊരു കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വെട്ടുകൾ കളിക്കാൻ പോകുന്നു, അതിന് ശേഷം മാത്രം ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ വരുന്ന മറ്റൊരു റീസണാണ് ജോയിന്റ് മിസ്അലൈൻമെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ പ്രോപ്പറായിട്ട് സ്ഥാനത്ത് ഇരിക്കാതെ ജോയിന്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് എന്താ പറയുന്നത്, നമ്മളെ ഫ്ലാറ്റ് ഫുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ പോസ്ചർ ഇല്ലാത്തതിൻ്റെ പേരിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംഭവിച്ച രക്ഷതങ്ങളാൽ നമുക്ക് ഇത്തരം മിസ്അലൈൻമെന്റുകൾ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ വ്യായാമങ്ങൾ കൊണ്ടും അതാത് കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അതാത് സ്ഥലങ്ങൾക്ക് ഓരോരോ ജോയിന്റുകൾക്കും പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കതിന് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു റീസണാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. അതിന് പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ കൂടെ മാക്സിമം നമ്മളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടേ പോവുക എന്നുള്ളത് മാത്രമേ അതിനുള്ള ഓപ്ഷനുള്ളൂ. അതുപോലെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറികളില്ലേ, ഇത്തരം ഇഞ്ചുറികൾക്ക് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെ അതിനെ നമ്മൾ ചെറിയ കാര്യമല്ലേ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് വിടുന്നതും അവിടെ നിന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമായി മാറി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം പറഞ്ഞ രീതിക്കുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്തിട്ട് ശരിയാക്കാൻ നോക്കുകയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 1 മന്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് കൊണ്ടോ നമുക്കതിനെ പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ വ്യക്തമായിട്ട് എടുത്ത് അതിന് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലായിടത്തും ഉള്ളതാണെന്നാൽ നമുക്ക് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് കൂടി ഒന്ന് പോവാം. നമുക്ക് ഈ ലിഗമെന്റ് ഇഞ്ചുറി എന്താണെന്ന് വെച്ചാൽ ഒരു സ്നായുഗത വാദമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വാദവൃദ്ധിയായിട്ടോ അല്ലെങ്കിൽ കഫക്ഷയമായിട്ടോ ഒക്കെ ഇതിനെ കാണാം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളെ സന്ധികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയമാണ് അല്ലെങ്കിൽ ആ സ്നായുക്കൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയമാണ് ഇഞ്ചുറിയിലേക്ക് നയിക്കപ്പെടുന്നത്. ഇത് വരാനുള്ള കാരണങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്നും ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന വേഗധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാദവ്യാധിയിലാണ് ഇത് വരുന്നത്, എന്ന് വെച്ചാൽ സ്നായുഗത വാദത്തിലാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ വേഗധാരണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വാദവൃദ്ധി ഉണ്ടാവും, വാദം പ്രകോപിക്കും. അത് നമ്മുടെ ഈ സ്നായുക്കളിലേക്കും കൂടെ സഞ്ചരിച്ച് നമ്മുടെ സ്നായുക്കളുടെ ബലങ്ങൾ കുറയ്ക്കും. വേഗധാരണം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് വേറൊന്നുമല്ല, മല, പുരുഷം, മൂത്രം അല്ലെങ്കിൽ തുമ്മൽ വരിക അല്ലെങ്കിൽ ഒരു വായ്ക്കോട്ട വരിക, ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ നമ്മൾ ചെറുതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് ചെയ്യുമ്പോൾ, പല തവണകളായിട്ട് ചെയ്യുമ്പോൾ അതൊരു വാദപ്രകോപ കാരണമാവുകയും അത് ഓരോ റീസണുകളാൽ ഈ പ്രകോപിതമായ വാദത്തിന് പോയി നിൽക്കാൻ എളുപ്പം സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെ പോയി നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതാണ് ആദ്യത്തെ ഒരു കാരണം. പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറ്റ്, അസമ്യക് ആഹാര രീതി, എന്താ പറയുക, അതാണ് പിന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ വ്യക്തമായിട്ടൊരു പ്രോപ്പർ ഡയറ്റ് ഇല്ല, നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വാദപ്രകോപങ്ങളായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഓവറായിട്ടുള്ള യൂസേജ്, ഇതൊക്കെയാണ് ഇതിനുള്ള കാരണം. പിന്നീട് വരുന്ന മറ്റൊരു കാരണമാണ് ധാതുക്ഷയം. ആയുർവേദത്തിൽ 7 ധാതുക്കളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതൊരു വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അത് നമുക്ക് ഈ ഒരു ഒറ്റ വിഷയത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ധാതുക്ഷയം, അപ്പോൾ എന്തായാലും ആ ധാതുക്ഷയത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണ രീതി തെറ്റായിട്ടുള്ളത് തന്നെയാണ് അതിനൊരു കാരണം. പിന്നെ നമ്മുടെ അഗ്നി, വയറ്റിലുള്ള അഗ്നിയും ധാത്വാഗ്നി എന്ന് പറഞ്ഞ അഗ്നികളുണ്ട്. ഓരോ ധാതുക്കളെയും പരിണമിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാത്വാഗ്നികളുണ്ട്. ഇതിൻ്റെ പോരായ്മ കൊണ്ടോ ഒക്കെയാണ് ഈ ധാതുക്ഷയം ഉണ്ടാവുന്നത്. മറ്റൊരു കാരണമാണ് രൂക്ഷശീതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പോഷർ വരുന്നത്. ഇപ്പോൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു തെർമൽസ് ഇല്ലാത്ത
രീതിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂടുതൽ സമയം എക്സ്പോഷർ ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് ഈ പറയുന്ന വാദവൃദ്ധി ഉണ്ടാക്കുകയും അത് നമ്മളെ സ്നായുക്കൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ലിഗമെന്റുകൾക്ക് ബലക്ഷയം ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ന് മറ്റൊരു റീസണാണ് കോൺസ്റ്റിപ്പേഷൻ. നമ്മുടെ വയറ്റിൽ നിന്ന് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ദിവസവും വയറ്റിൽ നിന്ന് പോവാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇതും ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന വാദവൃദ്ധിക്ക് കാരണമാവുകയും ആ വാദവൃദ്ധിക്ക് കാരണമാകുന്നത് കാലക്രമേണ നമ്മുടെ സ്നായുക്കളിൽ വന്നു കിടന്ന് സ്നായുക്കൾക്ക് പ്രശ്നം ഉണ്ടാക്കി, അതായത് ലിഗമെന്റുകൾക്ക് പ്രശ്നം ഉണ്ടാക്കി ലിഗമെന്റിന് ബലക്ഷയം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാട് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളാണ്. ഇത് പറഞ്ഞിരിക്കുന്ന 90% പ്രശ്നങ്ങൾ ഒരു വൈദ്യന്റെ സഹായം ആവശ്യമില്ല. സ്വന്തം നമ്മളൊരു ബെറ്റർ ലൈഫ് വേണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ലൈഫിൽ വരുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല ആരോഗ്യമുള്ള ലിഗമെന്റുകളുള്ള ശരീരം ഉള്ളവരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാം. താങ്ക് യു.